എല്ലാവർക്കും നമസ്കാരം. സിന്ധു ഭൈരവി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിന്ധു അരുൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മായാമാളവ ഗൗളരാഗത്തിലുള്ള ദേവദേവ കലയാമിതേ എന്ന കൃതിയുടെ നൊട്ടേഷൻ നോക്കാം. ഇത് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഈ കോമ്പോസിഷൻ്റെ കമ്പോസർ എന്ന് പറയുന്നത് ശ്രീ സ്വാതി തിരുനാളാണ്. ഇത് രൂപക താളത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, മായാമാളവ ഗൗളരാഗം 72 മേളകർത്ത രാഗ പട്ടികയിലെ 15ാമത്തെ മേളകർത്ത രാഗമാണ്. മാത്രമല്ല, മായാമാളവ ഗൗളരാഗത്തിലാണ് ഒരു സംഗീത വിദ്യാർത്ഥി കർണാട്ടിക് സംഗീത പഠനം ആരംഭിക്കുന്നത്. മായാമാളവ ഗൗളയിലാണ് ബേസിക്സ്, അടിസ്ഥാന പാഠങ്ങളെല്ലാം മായാമാളവ ഗൗളരാഗത്തിലാണ് പഠിച്ചു തുടങ്ങുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഈ രാഗത്തിലുണ്ട്. നമുക്കതിൻ്റെ ആരോഹണം അവരോഹണം പാടി നോക്കാം. സാരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. ഷഡ്ജവും പഞ്ചമവും കൂടാതെ ശുദ്ധ ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, ശുദ്ധ ധൈവതം, കാകലി നിഷാദം എന്നിവയാണ് ഇതിൻ്റെ സ്വരങ്ങൾ വരുന്നത്. നമുക്ക് ഈ രാഗത്തിൻ്റെ പല്ലവിയുടെ സാഹിത്യം നോക്കുകയാണെങ്കിൽ ദേവദേവ കലയാമിതേ ചരണാംബുജ സേവനം, ഇതാണ് പല്ലവി. സമത്തിൽ തന്നെ തുടങ്ങുന്നുണ്ട്. ദേവദേവ കലയാമിതേ ചരണാംബുജ സേവനം, ദേവദേവ സരി ഗ മ ദേവദേവ കല പാപ യാമിതേ പപ മഗ മപ യാമിതേ സരി ഗ മ പപ പപ മഗ മപ. ദേവദേവ കലയാമിതേ ചരണാംബുജ പദ പദ പവമ ചരണാംബുജ സേവനം, സേവ മഗ മഗ മപ സേവനം മാഗരി സനി സേവനം. ദേവദേവ കലയാമിതേ ചരണാംബുജ സേവനം. അതാണ് ആദ്യത്തെ സംഗതി വരുന്നത്. സെക്കൻഡ് സംഗതി നോക്കാം. തുടക്കം അത് തന്നെയാണ്. ദേവദേവ കലയാമിതേ ചരണാംബുജ തേ പാദ. ദേവദേവ കലയാമിതേ എന്നുള്ള ആ പ്ലേസിലാണ് ചെറിയ വ്യത്യാസം വരുന്നത്. തേ പാദ തേ ചരണ നിരവ ചരണാംബുജ പൂജ ദവമ ചരണാംബുജ സേവനം. ബാക്കിയെല്ലാം അതേപോലെ തന്നെ വരും. അപ്പം ദേവദേവ കലയാമിതേ ചരണാംബുജ സേവനം. അതാണ് സെക്കൻഡ് സംഗതി വരുന്നത്. മൂന്നാമത്തെ സംഗതി ദേവദേവ സെയിം തന്നെ കലയാമിതേ കലയാമിതേ ദദപമ ഗമ പദനീസ കല ദദപമ കല ദദപമ യാമിതേ യാമിതേ ഗമ പദനീസ. ദേവദേവ കലയാമിതേ ചരണാംബുജ ചരണ സനി സരി സരിത ചരണാംബുജ തപമ സേവ ഗമ പദമപ സേവനം. നം എപ്പോഴും ഒരേപോലെ വരും.
സേവനം ഗമപമപ ഗ മാഗരി സനി ദേവദേവ കലയാമി തേ ചരണാം പൂജ സനി സരി സനിധ ചരണാം പൂജ തവ പമ സേവ ഗമപമപ നം. അതാണ് മൂന്നാമത്തെ സംഗതി. റിപ്പീറ്റ് ചെയ്യാം. ദേവദേവ കലയാമി തേ ചരണാംബുജ സേവനം ദേവദേവ. അടുത്ത സംഗതി വരുന്നത് ദേവദേവ കലയാമി തേ. അവിടെ വരെ മൂന്നാമത്തെ സംഗതി പോലെ തന്നെ വരും. ദേവദേവ കലയാമി തേ. അത് കഴിഞ്ഞിട്ടുള്ള ചരണാംബുജയ്ക്കാണ് വ്യത്യാസം വരുന്നത്. ചരണാംബുജ സരിഗമഗരി സദവദനി ചരണാംബുജ സേവനം സാരിദപമഗരി സനി സേവനം സരിഗമഗരി സദവദനി സാരിദപമഗരി സനി ചരണാംബുജ സേവനം. അതാണ് ലാസ്റ്റ് സംഗതി വരുന്നത്. നാലാമത്തെ സംഗതി ദേവദേവ കലയാമി തേ ചരണാംബുജ സേവനം ദേവദേവ കലയാമി തേ. പദമപ അങ്ങനെ പാടി നിർത്താം. പല്ലവി ഇത്രയുമാണുള്ളത്. നമുക്ക് അനുപല്ലവി നോക്കാം. അനുപല്ലവിയുടെ സാഹിത്യം വരുന്നത് ഭുവനത്രയ നായക ഭൂരി കരുണയ മമ ഭവതാപമഖിലം വാരയ കരുണയ. ഭുവനത്രയ നായക പദപമപ ഭുവനത്രയ നായക പപമഗമപ ഭുവനത്രയ നായക പദപമപ പപമഗമപ ഭുവനത്രയ നായക. ഫസ്റ്റ് സംഗതി. ഈ ഫസ്റ്റ് സംഗതി തന്നെ സെക്കൻഡ് ടൈം പാടുമ്പോൾ, രണ്ടാമത്തെ തവണ പാടുമ്പോൾ ഭുവന പാദനിരവ. ഒന്നാമത്തെ സംഗതി രണ്ടാമത്തെ തവണ പാടുമ്പോൾ ഭുവനത്രയ ത്രയ ത്രയ നായക ഭുവന പാദനിരവ എന്ന് വരും. പാദ എൻഡില് ഭുവനത്രയ നായക ഭുവന ഭുവനത്രയ നായക ഭുവന പാദ ഭുവന നിരവ ത്രയ ത്രയ മാപദ ത്രയ. ഒന്ന് ജസ്റ്റ് ഒന്ന് തള്ളും ത്രയയുടെ. ത്രയ നായക ഭുവന ത്രയ നായക. സെക്കൻഡ് സംഗതി സെക്കൻഡ് ടൈം പാടുമ്പോൾ എൻഡിൽ കൊടുക്കുന്ന ആ മുകളിലോട്ടുള്ള ആ തള്ള് ഇല്ല, പ്ലെയിനായിട്ട് പാടി നിർത്തും. പഞ്ചമത്തിൽ പാടി നിർത്തും. ഒന്നുകൂടെ. ഭുവനത്രയ നായക ഭുവനത്രയ നായക ഭുവനത്രയ നായക ഭുവനത്രയ നായക. ഭൂരി അടുത്ത വരി. ഭൂരി കരുണയ മമ ഭൂരി മബദബദ മബദബദ ഒരേപോലെ വരും. മബദബദ മബദബദ ഭൂരി കരുണയ പദസനിധ മയ മമ സാസ ഭൂരി കരുണയ
പദ മവദ പദ പദസനിത സാസ എന്ന് വരും. അപ്പം ഭൂരി കരുണ മാമ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഭുവനത്രയ നായിക തുടങ്ങുന്നത് രണ്ടക്ഷരം തള്ളിയിട്ടാണ്. ഭുവനത്രയ. ഭൂരി കരുണ സമത്തിൽ വരും. ഭൂരി കരുണയ മാമ ഭുവന. അപ്പം ഭൂരി കരുണയ മമ പാടിയിട്ട് വീണ്ടും ഭുവനത്രയ റിപ്പീറ്റ് ചെയ്യും. ഭൂരി കരുണയ മാമ ഭുവനത്രയ നായക ഭൂരി കരുണയ മാമ ഭാവ. അടുത്ത വരിയും രണ്ടക്ഷരം തള്ളിയാണ് വരുന്നത്. ഭാവതാപ സാ സനി സരി സ ഭാവതാപമഖിലം ഭാവതാപ സാ സനി സരി സ സനിവ സനിത മഖിലം സനിത ധനി സ ഭാവതാപമഖിലം സനിത ധനി സ മഖിലം വാരയ വാര സാ സനിത വാരയ പദ്മ വാരയ സാ സനിത പദ്മ യ പദ്മ രമാകാന്ത രമാകാന്ത വാരയ രമാകാന്ത മഗദ പമ രമാകാന്ത മഗദ പമ മാഗരി സനി ഭവതാപമഖിലം വാരയ രമാകാന്ത മഗദ പമ മാഗരി സനി എന്ന് വരും. അപ്പം ഭവതാപമഖിലം വാരയ രമാകാന്ത ദേവ ദേവ. ലാസ്റ്റ് സംഗതി പാടും. കലയാമിതേ ചരണഭുജ സേവനം ദേവ ദേവ കലയാമിതേ. ഇത്രയുമാണ് അനുപല്ലവി വരുന്നത്. ചരണം നോക്കാം. ചരണത്തിൻ്റെ സാഹിത്യം വരുന്നത് ജാതരൂപ നിഭചേല ജന്മാർജിത മമാഖില പാതക സഞ്ചയമിഹ വാരയ കരുണയ ദിതിജാളി വിതളന ദീനബന്ധോ മാമവ ശ്രിതവിബുധ സാലശ്രീ പത്മനാഭ ശൗരി. ചരണം രണ്ടക്ഷരം തള്ളിയാണ് വരുന്നത്. ജാതരൂപ നിഭചേല ജാത പമഗമഗരി സനി ജാതരൂപ നിഭചേല നിഭ സതി മഗരി മാമ നിഭചേല ചേല മഗരി മാമ ജാതരൂപ നിഭചേല ജന്മാർജിത ഗമപദപ ജന്മാർജിത മാമ മാമഖില മാധവമ മാമ മാമഖില മഗപ മഗരി ഗമ ജന്മാർജിത മാമഖില ജാതരൂപ നിഭചേല ജന്മാർജിത മാമഖില ജാതരൂപ നിഭചേല. അത് സെക്കൻഡ് ടൈം പാടുമ്പോൾ ജന്മാർജിത മാമഖില പമഗരി എൻഡിലുള്ള ഗമ എന്ന് പറയുന്ന രണ്ട് സ്വരം വിടും. ജന്മാർജിത മാമഖില പാതക. അടുത്ത വരിയും രണ്ടക്ഷരം തള്ളിയാണ് വരുന്നത്.
ജന്മാർജിത മാമഖില പാദക സഞ്ജയ ഗമഗരി സരിസ പാദക സഞ്ജയ മിഘ പാദക സഞ്ജയ മിഘ പാദക സഞ്ജയ മിഘ നിസരി സരി പാദക സഞ്ജയ ഗമഗരി സാരിസ നിസരി സരി പാദക സഞ്ജയ മിഘ വരയ സരി ഗരി ഗ കരുണയ മഗമഗരി കരുണയ റിസ കരു മഗമഗരി കരുണയ റിസ പാദക സഞ്ജയ മിഘ വരയ കരുണയ. അടുത്ത പോർഷൻ വരുന്നത് അനുപല്ലവി പോലെ വരും. ദിദിജാളി വിതളന രണ്ടക്ഷരം തള്ളിയാണ് വരുന്നത്. പദ പാപ മപ പവ മഗ മപ ദിദിജാളി പദ പാപ വിതളന മപ പവ മഗ മപ ദിദിജാളി വിതളന ദിദിജാളി വിതളന ദിദിജ അതേപോലെ തന്നെ വരും. ദിദിജാളി വിതളന ദിദിജാളി ആ അനുപല്ലവിയിൽ വന്ന അതേ പോർഷൻ പാദനിത പാപ വിതളന ദിദിജാളി വിതളന. അതിൻ്റെ സെക്കൻഡ് ടൈം വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് നിൽക്കും. വിതളന ദീനബന്ധോ സെയിം നൊട്ടേഷൻ തന്നെ. മബദ ബദ മബദ ബദ ദീനബന്ധോ മാവ ദിദിജാളി വിതളന ദീനബന്ധോ മാവ ശ്രീത വിബോധ. അടുത്ത വരിയും രണ്ടക്ഷരം തള്ളിയാണ് വരുന്നത്. ശ്രീത വിബോധ സാനി സരി സാനി സരി സ ശ്രീത വിബോധ സാല ശ്രീ സരി ധനി സ സാല ശ്രീ ശ്രീത വിബോധ സാല ശ്രീ ശ്രീത സാസ സനി സരി സ ശ്രീത വിബോധ സനി സരി സ വിബോധ സാ സനി ധ നി ധനി സ ല ശ്രീ ശ്രീത വിബോധ സാല ശ്രീ പത്മനാഭ പത്മനാഭ സാസനി പത്മ സാസനി ന പത്മനാഭ പദമ പത്മനാഭ പദമ ശൗരേ മാഗദ ദവമ മാഗരി സനി ശൗരേ മാഗദവമ മാഗരി സനി പത്മനാഭ ശൗരേ ശ്രീത വിബോധ സാല ശ്രീ പത്മനാഭ ശൗരേ ദേവ ദേവ. ലാസ്റ്റ് സംഗതി പാടിയിട്ട് നിർത്തും. കലയാമിതി ചരണഭുജ സേവനം ദേവ ദേവ കലയാമി തേ സരി പദമ തേ
നിർത്താം. നിർത്തുന്നത് അവനവൻ്റെ ഒരു കംഫർട്ടബിൾ ഇതിനനുസരിച്ച് നിർത്താം. ദേവദേവ കലയാമിതേ, അല്ലെങ്കിൽ കലയാമിതേ. അപ്പം ഇത്രയുമാണ് ഈ കോമ്പോസിഷൻ്റെ നൊട്ടേഷൻ വരുന്നത്. ഇത് ആവശ്യപ്പെട്ടിരുന്നവർക്കും പഠിക്കാൻ താല്പര്യമുള്ള മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു കൃതിയുമായിട്ട് കാണാം. താങ്ക് യു.